നിർമ്മാണ വേളയിൽ തന്നെ പൊലിഞ്ഞുപോയ 2 ക്യാപ്സൂളുകളെ കുറിച്ചാണ് ഈ വീഡിയോ. മുതലാളി ഇതവന്മാർ മുതലാളിനെ പിന്നെ തേക്കാൻ വേണ്ടി വന്നേക്കാണ്. അതുകൊണ്ട് മണ്ടത്തിലൊന്നും എഴുന്നള്ളിച്ചേക്കരുത്. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നമ്മുടെ ആരോഗ്യരംഗം ലോകത്ത് തന്നെ മാതൃകയാണ് എന്നൊക്കെയാണ് നമ്മളിങ്ങനെ മേനി നടിച്ച് നടക്കുന്നത്. അത് സർക്കാരിന്റെ ഒരു PR-ന്റെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കഴിഞ്ഞ വർഷം നവംബറിൽ ആരോഗ്യരംഗത്തെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളോടുകൂടി തുടങ്ങി. പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. കേരളത്തിലെ ഒരു വലിയ സമ്പന്നന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം പോകുന്നത്, അദ്ദേഹം പറഞ്ഞു എന്തൊരു മാറ്റാണ് നമ്മുടെ ആശുപത്രിയിൽ. ഞാനൊക്കെ അവിടെ പോയി ചികിത്സിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി അടിക്കടി ചികിത്സ തേടി വിദേശത്തേക്ക് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി ഇന്ന് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകും. അപ്പൊ തട്ടിപ്പാണല്ലേ? ആ പാവ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ഈ ഘട്ടത്തിലാണ് എന്തുകൊണ്ടാണ് ലോകോത്തരമായിട്ടുള്ള കേരളത്തിലെ ചികിത്സ സ്വീകരിക്കാതെ മുഖ്യമന്ത്രി ഒരു വിദേശ രാജ്യത്ത്, അതും അദ്ദേഹം എപ്പോഴും എതിർക്കാറുള്ള അമേരിക്കയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പോയി ചികിത്സ തേടുന്നത് എന്നുള്ള ചോദ്യം വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമ്മുടേത് ലോകോത്തര ചികിത്സ അല്ല എന്ന് മുഖ്യമന്ത്രി അംഗീകരിക്കണം എന്നൊക്കെയാണ് ഈ വിമർശിക്കുന്ന ആൾക്കാർ പറയുന്നത്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഈ സാഹചര്യത്തിൽ തന്നെയാണ് മറ്റ് ചില മന്ത്രിമാർ കേരളത്തിൽ തന്നെ സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സ തേടുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. MP രാജേഷിന് ചികിത്സ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം മെഡിക്കൽ കോളേജിലോ മറ്റോ പോയില്ല? മന്ത്രി V ശിവൻകുട്ടി അദ്ദേഹവും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് പോയത്. K കൃഷ്ണൻകുട്ടിക്കും ചികിത്സ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയായിരുന്നു. കേരളം നമ്പർ 1 ആണ് ആരോഗ്യരംഗത്ത് എന്ന് പറയുന്ന മന്ത്രിമാർ എന്തുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രികൾ ചൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. നിന്റെ മുമ്പിൽ എന്തൊരു ഡീസന്റ്. ഈ ഒരു ഘട്ടത്തിൽ മന്ത്രിമാരെ ന്യായീകരിക്കുന്നതിന് വേണ്ടി, പാർട്ടിയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി മന്ത്രി ശ്രീ സജി ചെറിയാൻ ഒരു ക്യാപ്സൂൾ നിർമ്മിച്ചു. ആ ക്യാപ്സൂളാണ് നിർമ്മാണ വേളയിൽ തന്നെ നിർവീര്യമായി പോയത്. സ്വകാര്യ ആശുപത്രി മന്ത്രിമാരും പോകും, സാധാരണക്കാരനും പോകും, എല്ലാത്തരും പോകും. ഏത് ആശുപത്രിയാണോ ആദ്യം നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന അങ്ങോട്ട് പോകും. ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെന്റ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. എന്റെ അമ്മയെ നാട്ടിച്ച് എന്തൊരു കഷ്ടമാണ് എന്റെ നാവിൽ ഈ മുളകെടുത്ത് തേച്ചിട്ടുണ്ടല്ലോ. സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി ഉള്ള ഹോസ്പിറ്റലുണ്ട്. അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രി വന്ന് കാണത്തില്ല. കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനം എന്നതിൽ അതിന്റെ ടെക്നോളജി, അതിന്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിലെ സ്വകാര്യ മേഖലയെ ഏതെങ്കിലും മന്ത്രിമാരോ CPM-ന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരോ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. കാരണം സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലുമൊക്കെ വിദഗ്ധ ചികിത്സ കേരളത്തിൽ ലഭ്യമാണ്. അതുകൊണ്ട് ഇന്നതേ സ്വീകരിക്കാവൂ എന്നൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ പോലും എന്തുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ ചികിത്സ തേടുന്നില്ല എന്നുള്ള ഒരു ചോദ്യത്തിന് അത് മറുപടി ആകുമായിരുന്നില്ല. എന്റെ വർക്കിച്ചായി ഞാൻ ഇന്നലെ പ്രസംഗിച്ചതിന്റെ ഇടയിൽ ഒരു ഉഗ്രൻ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അതെന്നാ കാണാപ്പാടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിച്ചാനെ ഞാൻ ദൈവദൂതനെ പോലെ പൊക്കിയടിക്കാനുള്ള ഒരു പ്ലാനിങ് എനിക്കുണ്ടായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം പറയാൻ ശ്രമിച്ചത് തൻ്റേതായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. അതായത് താനും സർക്കാർ മേഖലയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിലും ചികിത്സ തേടിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം 2019-ലേതാണ്. എന്നിട്ട് നീ ഇന്നലെ അതൊന്നും പറഞ്ഞില്ലല്ലോടാ. അയ്യോ, അതിന്റെ ഇടയിൽ അവിടുത്തെ ട്രാൻസ്ഫോർ പെട്ടെന്ന് കറണ്ട് പോയത്. കറണ്ട് അല്ലടാ പോയത്, എന്റെ മാനമാടാ പോയത്. ആ വർഷം അദ്ദേഹത്തിന് ഡെങ്കി ഫീവർ ഉണ്ടാവുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചികിത്സ തേടുന്നത് സർക്കാർ ആശുപത്രിയിലാണ്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റേണ്ടി വന്നു. അത് മാറ്റേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം വിവരിക്കുന്ന സമയത്താണ് ആ ക്യാപ്സൂൾ നിർവീര്യമായി പോയത്. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ഇത് പറയുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പരോക്ഷമായിട്ടല്ല പ്രത്യക്ഷമായിട്ട് തന്നെ കുറ്റപ്പെടുത്തുന്നത് സർക്കാർ സംവിധാനത്തെയാണ്. സർക്കാർ സംവിധാനത്തിൽ ഡെങ്കി ചികിത്സയ്ക്കുള്ള മാർഗങ്ങൾ അപര്യാപ്തമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒപ്പം ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സ കൊണ്ട് താൻ മരിക്കാൻ സാധ്യതയുണ്ടായി എന്നുവരെയാണ് പറയുന്നത്. മന്ത്രി ശ്രീ സജി ചെറിയാൻ മുമ്പും സമാനമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞ് വിവാദം വരുത്തി വെച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള പല ആൾക്കാർക്കും നമ്മുടെ നാട്ടിൽ എഴുത്തും വായനയും ഒന്നും അറിയില്ല എന്ന് അദ്ദേഹം മുമ്പ് പറഞ്ഞ് ആ ഘട്ടത്തിൽ അദ്ദേഹം വെട്ടിലാക്കിയത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടിയെയാണ്.
അപ്പോൾ സർക്കാർ സംവിധാനത്തിലെ ചികിത്സ എത്രത്തോളം മോശമായിരുന്നു എന്ന് മാത്രമാണ് അത് കേൾക്കുന്ന ഒരാളിന് അതുമായി ബന്ധപ്പെട്ടൊരു ധാരണയുണ്ടാകുന്നത്. താനൊരു മണ്ടനാ എന്ന് സർവരും പറഞ്ഞിട്ടും തന്നെ മന്ത്രിയാക്കാൻ നേരത്തെ ഞാനത് ചെവിക്കൊണ്ടില്ല.